ഹാപ്പി ഈസ്റ്റർ. അപ്പൊ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 31 മാർച്ച് ഈസ്റ്റർ ആണ്. ലോകമെമ്പാടുമുള്ള എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കുന്ന ദിവസമാണ്. അതായത് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ഓർമ്മ കൊണ്ടാടുന്ന ദിവസമാണ് ഈസ്റ്റർ, അഥവാ ഉയർപ്പ് തിരുനാൾ എന്നും അറിയപ്പെടും. ഈ ഈസ്റ്റർ വരുന്നത് ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ് ഈസ്റ്റർ ആചരിക്കുന്നത്. തിന്മയുടെയും അസത്യത്തിന്റെയും ജയം താൽക്കാലികമാണെന്നും വളഞ്ഞ വഴി തേടാതെ കഷ്ടത സഹിച്ചാണെങ്കിലും സത്യത്തിന് വേണ്ടി നിലനിൽക്കണമെന്നും ആണ് ഈസ്റ്റർ നമുക്ക് തരുന്ന രണ്ട് സുപ്രധാന പാഠങ്ങൾ. ഇതാണ് ഈസ്റ്റർ എഗ്സ്. ഈസ്റ്റർ എഗ്സ് സിംബലൈസ് ചെയ്യുന്നത് ശവകുടീരത്തിൽ നിന്നുള്ള യേശുവിന്റെ പുനരുത്ഥാനത്തെയാണ് റിസംബിൾ ചെയ്യുന്നത്. അതായത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സിംബലൈസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഈസ്റ്റർ എഗ്സ്. ഇത് ചോക്ലേറ്റ് വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതെല്ലാം ഈസ്റ്ററിനുള്ള മധുരങ്ങളാണ്. ഇത് 4 ടൈപ്പ് ഓഫ് മഫിൻ ഉണ്ട്, പിന്നെ മാക്രോൺസും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ടെൻഡർ കോക്കനട്ട് മാംഗോ ചീസ് കേക്ക്. മേളിൽ കാണുന്ന ടെൻഡർ കോക്കനട്ടിന്റെ ലെയറാണ്, പിന്നെ മാംഗോയുടെ ലെയർ കാണാം, അതുപോലെ തന്നെ ചീസ് കേക്കിന്റെ ലെയർ കാണാം. ഇതൊക്കെയാണ് ഈസ്റ്ററിനുള്ള ഡെസേർട്സ്. അടിപൊളിയല്ലേ? ഈ ഈസ്റ്റർ എഗ്സ് എങ്ങനെയാണെന്ന് കാണണ്ടേ? നമുക്കൊന്ന് തുറന്നു നോക്കാം. ഈ നീല തന്നെ എടുത്തു നോക്കാം അല്ലേ? ഇത് തുറന്നു നോക്കാം. അല്ല, നീല ഇതിൽ റാപ്പ് ചെയ്തേക്കണം കേട്ടോ. ഇതാ. അപ്പൊ ഇതിനകത്ത് ഡിസൈൻ ഒക്കെ ഉണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? പിന്നെ ഇതെന്താ, ഇതിന്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്താന്ന് നമുക്ക് കഴിച്ചു നോക്കാം. അകത്തൊന്നുമില്ല, പ്യുവർ ചോക്ലേറ്റ് ആണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ, സൂപ്പർ. അകത്തൊന്നുമില്ല, ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല കട്ടിയിലാണ് ആ ചോക്ലേറ്റ്, ആ മുട്ടയുടെ ഷേപ്പിലാക്കിയത്. സൂപ്പർ ആയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ഈസ്റ്റർ ആഘോഷിക്കുന്ന ഒരു സ്പെഷ്യൽ ഈസ്റ്റർ ലഞ്ച് കഴിച്ചിട്ടാണ് കേട്ടോ. നിങ്ങളെങ്ങനെ ആഘോഷിക്കുന്നത് കമന്റ് ചെയ്യാനേ. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ആഘോഷിക്കുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യാനേ. അപ്പൊ നമുക്ക് ഇന്ന് ഈസ്റ്റർ ലഞ്ച് എന്താന്ന് നോക്കാം. ഈസ്റ്റർ ആയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് മീൽസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗ്രാൻഡ് ഓൺട്രേ എന്നാണ് കേട്ടോ. വറ്റിക്കൻ മീൽസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഗ്രാൻഡ് ഓൺട്രേ വരുന്നത് കൊച്ചിയിലെ വൈറ്റിലയിലാണ് കേട്ടോ. നമ്മുടെ തെല്ലിച്ചേരി കിച്ചൺ ഇല്ലേ, തെല്ലിച്ചേരി കിച്ചന്റെ ഒരു ബ്രാഞ്ച് ആണ് കേട്ടോ ഇത്. ഈ വറ്റിക്കൻ മീൽസിൽ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് നോക്കാം. നല്ല അടിപൊളി പാക്കിംഗ് അല്ലേ, നല്ല ബോക്സ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കൊള്ളാലോ. ഇതൊക്കെയാണ് നമ്മുടെ വെറ്റിക്കൻ മീൽസിൽ വരുന്നത് കേട്ടോ. ഇതൊന്ന് തുറന്ന് കാണിക്കാം. ഗ്രാൻഡ് ഓൺട്രേയിൽ നിന്ന് ഈസ്റ്റർ സ്പെഷ്യലായി വാങ്ങിച്ച വെറ്റിക്കൻ മീൽസിലുള്ളതാണ് കേട്ടോ ഇത്. പാലക്കാടൻ മട്ട റൈസ്, കല്ലപ്പം, ഡക്ക് റോസ്റ്റ്, നാടൻ ബീഫ് ഫ്രൈ, അച്ചായൻ ചിക്കൻ കറി, ഫിഷ് വറ്റിച്ചത്, പിടി, ബോയിൽഡ് ഗ്രേപ്പ്, കാളൻ, പിക്കിൾ, പഴം പാനി, വട്ടയപ്പം, പ്ലം കേക്ക്, തോരൻ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വറ്റിക്കൻ മീൽസിൽ വരുന്നത് കേട്ടോ. അടിപൊളി മീൽസ് അല്ലേ? നമുക്ക് ഈസ്റ്റർ സ്പെഷ്യൽ ലഞ്ച് കഴിക്കാം, അതായത് വറ്റിക്കൻ മീൽസ്. പിന്നെ അതെല്ലാം ഒരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ചോറും പുളിശ്ശേരിയും ആ കോമ്പിനേഷൻ തന്നെ അടിപൊളിയല്ലേ? കുറച്ച് ചോറും ആ പുളിശ്ശേരിയും, പിന്നെ ഒരു ബീഫ് ഫ്രൈ, ഇച്ചിരി തോരനും. ഇത് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കോമ്പിനേഷൻ കേട്ടോ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കോമ്പിനേഷൻ. ചോറും പുളിശ്ശേരിയും തോരനും ബീഫ് ഫ്രൈ സൂപ്പറാണ്.
എന്താ നമുക്ക് നമ്മുടെ കല്ലപ്പം ഉണ്ട്. കല്ലപ്പവും ഇച്ചിരി താറാവും കൂട്ടി കഴിച്ചു നോക്കാം. താറാവ് റോസ്റ്റ് ആണ്. ഈ താറാവിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ മാംസം കിട്ടി ഇച്ചിരി പാടാണ്. ഇതിൻ്റെ മീറ്റ് കിട്ടി. അതിൻ്റെ ഗ്രേവിയും ഒക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. അതിൻ്റെ ഗ്രേവി സൂപ്പർ കേട്ടോ. നല്ല കുരുമുളക് കിട്ടിയ ഗ്രേവി കേട്ടോ, അടിപൊളി. മീറ്റ് ഇച്ചിരി കട്ടിയാണ്, പക്ഷെ എന്നാലും അറിയാലോ താറാവുമ്പോൾ ഇച്ചിരി കട്ടിയൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഗ്രേവി സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിതാ നമ്മുടെ പിടിയും കുറച്ച് മീൻ വറ്റിച്ചതും കൂടെ കഴിച്ചു നോക്കാം. ആ പിടിയുടെ ഒരു തേങ്ങാപ്പാലിൻ്റെ ഗ്രേവിയും ഇച്ചിരി മീൻ കറിയും ഒക്കെ കൂട്ടിയൊന്ന് കഴിച്ചു നോക്കാം. ആ പിടി ഒരു രക്ഷയില്ല. മീൻകറി അടിപൊളി, നല്ല പുളിയൊക്കെ ഉള്ള, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ മീൻകറി. സൂപ്പറായിരിക്കണം. എനിക്ക് ചോറും ഇതാണ് എനിക്ക് ഫേവററ്റ് എങ്കിൽ പിടി ഇഷ്ടപ്പെട്ടു. പിടിയാ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട് ഒരു പിടിയും കൂടെ കഴിച്ചു നോക്കാം അല്ലേ. അടിപൊളി. വാഴയിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്നു, സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയാണ്, എന്തായിരുന്നു പേര്, അച്ചായൻ ചിക്കൻ കറി. അപ്പം അച്ചായൻ ചിക്കൻ കറി കുറച്ച് നമ്മുടെ കല്ലപ്പം കൂടെ കൂട്ടി കഴിച്ചു നോക്കാം അല്ലേ. ഇച്ചിരി ചിക്കനും അതിൻ്റെ ആ പാലൊക്കെ ഒഴിച്ച ഗ്രേവിയും ഒക്കെ കൂടെ. ചിക്കൻ കറി സൂപ്പറാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചും കൂടെ ഒന്ന് കഴിക്കട്ടെ. ഫുഡ് കഴിക്കുന്ന ധൃതിയിൽ വേറൊരു കാര്യം മറന്നുപോയി. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് വൈനിൽ നിന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് വൈനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വൈനല്ല, ബോയിൽഡ് ഗ്രേപ്പാണ് കേട്ടോ. ഭയങ്കരമായിട്ട് വൈൻ ടേസ്റ്റ് ഇല്ല, കുഴപ്പമില്ല, മധുരമുണ്ട്. കഴിഞ്ഞ ഒരു പ്രാവശ്യം എനിക്കൊരു അബദ്ധം പറ്റിയത് ഇതുപോലെ, പക്ഷെ ഇപ്രാവശ്യം കുഴപ്പമില്ല. ഇതിന് ശേഷം നമ്മൾ കഴിക്കേണ്ടത് കുറച്ച് പ്ലം കേക്കാണ്. ഈ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വൈനും പ്ലം കേക്കിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ ഇവര് വട്ടയപ്പം തന്നിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് കേട്ടോ. ശരിക്കും കോഴ്സ് രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ല കേട്ടോ. ആദ്യം കഴിക്കേണ്ടത് നമ്മുടെ വൈനും അതുപോലെ തന്നെ പ്ലം കേക്കുമാണ് കേട്ടോ. അതിനുശേഷം വട്ടയപ്പം കഴിക്കുക, അതിനുശേഷം കല്ലപ്പവും, പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ നമുക്കൊന്നെങ്കിൽ അച്ചായൻ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഡക്ക് റോസ്റ്റോ കഴിക്കാം. പിന്നെ അതിനുശേഷം പിടിയും മീൻ വറ്റിച്ചത് കഴിക്കാം. അതിനുശേഷം ചോറും പുളിശ്ശേരിയും തോരനും ബീഫും കൂടെ കഴിക്കാം. ഇതെല്ലാം കഴിച്ചതിന് ശേഷം അവസാനം നമ്മൾ പഴം പാനിയിൽ ആണ് അവസാനിക്കുന്നത്. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ഒരു കോഴ്സ് രീതിയിൽ കഴിക്കുന്നത്. ഇപ്പം നമ്മളൊരു ഫാമിലി അല്ലേ, അപ്പൊ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ കഴിക്കുന്നത് അതുപോലെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മളെല്ലാം കൂടെ ഒരു പ്ലേറ്റിലങ്ങ് ഇട്ടിട്ട് നമ്മൾ അങ്ങനെ കഴിച്ചതേ ഉള്ളൂ. അല്ല കോഴ്സ് രീതിയിൽ കാണിക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. ലഞ്ചെല്ലാം കഴിച്ചോ, ലഞ്ചെല്ലാം അടിപൊളിയായിരുന്നു. അപ്പൊ ഇനി അടുത്തത് നമ്മുടെ ഡെസേർട്ടാണ് കേട്ടോ. അപ്പൊ ഡെസേർട്ടിന് അവര് നമ്മുടെ ഗ്രാൻഡ് ഓൺട്രയിൽ തന്നെ തന്നിരിക്കുന്നതാണ് പഴം പാനി എന്ന് പറയുന്നത്. അപ്പൊ പഴം പാനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ശർക്കരയുടെ ടേസ്റ്റ് ഭയങ്കര കുറുക്കി എടുത്തേക്കോട്ടോ, സൂപ്പറായിട്ടുണ്ട് കണ്ടോ. ആ കുറുക്കി എടുത്തേക്കുന്ന ശർക്കര പാനി കേട്ടോ, അതിനകത്ത് പഴമൊക്കെ ഇട്ടിട്ട് സൂപ്പറായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടോ ഈ പഴം പാനി കഴിക്കുന്നത്, കൊള്ളാം. നമ്മുടെ ഈ പായസത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് അതിനെ കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കൊള്ളാം. ഗ്രാൻഡ് ഓൺട്രയിൽ നിന്ന് തന്നെ നമ്മൾ ഡെസേർട്ട് കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിച്ച ഡെസേർട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ഇത് ടെൻഡർ കോക്കനട്ട് മാംഗോ ചീസ് കേക്ക് ആണ് കേട്ടോ. അതിൻ്റെ ലെയർ കണ്ടോ, ഇത് രസമായിട്ടല്ല ലെയർ ചെയ്തേക്കുന്നത്, സൂപ്പറായിട്ടുണ്ട്. ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കൊച്ചി വൈറ്റിലയിലുള്ള സുപ്രീം ബേക്കേഴ്സിൽ നിന്നാണ് കേട്ടോ.
ഇതിൽ നിന്ന് നമുക്ക് ഒരു സ്പൂൺ എടുത്ത് കഴിച്ചു നോക്കാം. ഇത്ര നല്ല മീൽസ് കഴിഞ്ഞിട്ട് ഒരു കേക്ക് കഴിക്കുന്ന രസമല്ലേ. ഇപ്പൊ ഒരു സ്പൂൺ നമുക്ക് ഇതിൽ നിന്ന് എടുത്തു നോക്കാം. ആഹാ, കറക്റ്റ് ലെയർ ആയിട്ട് തന്നെ എനിക്ക് കിട്ടി. കഴിച്ചു നോക്കാം. ആ മാംഗോയുടെ പഞ്ച് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഓ അടിപൊളി. ആ മാംഗോയുടെ ടേസ്റ്റും ആ ടെൻഡർ കോക്കിന്റെ ടേസ്റ്റും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാതെ മിക്സ് ആയിട്ടുള്ള ടേസ്റ്റ് അല്ല. വയൽ വെക്കുമ്പോൾ തന്നെ ആ ഒരു മാംഗോയുടെ ടേസ്റ്റ് ആദ്യം കിട്ടും. അതിന്റെ ടേസ്റ്റ് മാറി കഴിയുമ്പോൾ ആ ടെൻഡർ കോക്കിനറ്റിന്റെ ടേസ്റ്റ് വരും. ഓ സൂപ്പർ സാധനം. വയൽ വെച്ചറിഞ്ഞില്ല, അലിഞ്ഞു പോയി. അടിപൊളി കിഡില്. ഇതൊന്ന് ഇവിടെ സുപ്രീം ബേക്കേഴ്സ് ഉള്ള അടുത്താണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സാധനമാണ്. ഇത് നമ്മൾ സുപ്രീമിൽ നിന്ന് വാങ്ങിച്ച സ്വീറ്റ്സ് ആണ് കേട്ടോ, മഫിനും മാക്രോൺസും ഒക്കെ. ഇത് നമ്മൾ ഇപ്പൊ കഴിക്കുന്നില്ല, കാരണം നല്ല ഫുള്ളാണ്. അതുകൊണ്ട് ഇപ്പൊ കഴിക്കുന്നില്ല. ഇത് പിന്നെ കഴിക്കാം കേട്ടോ. അതിന്റെ റീൽസ് ഉണ്ടാവും, ഷോർട്സ് ഉണ്ടാവും. അത് നിങ്ങൾ യൂട്യൂബിൽ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി കിടിലൻ ഈസ്റ്റർ ലഞ്ച് ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ ഈസ്റ്റർ ഞങ്ങൾ ഇങ്ങനെയാണ് ആഘോഷിച്ചത്. നിങ്ങൾ എങ്ങനെ ആഘോഷിച്ചതെന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും നന്നായിട്ട് അടിച്ചു പൊളിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങളെ കമന്റ് വഴി അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.